ജോലിക്ക് കൂലി എന്നത് നാട്ടുനടപ്പാണ്. ഏതൊരാൾക്കും ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടണം. എന്നാൽ ഓരോ വീടുകളിലും പകലന്തിയോളം കഷ്ടപ്പെടുന്ന കുടുംബനാഥകളായ സ്ത്രീകൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നത്? ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വീടുകളിലെ കുടുംബനാഥകളുടെ പ്രയത്നത്തിന് വേണ്ട മൂല്യം ആരും കൽപ്പിക്കാറില്ല. അത് അവരുടെ കർത്തവ്യമാണെന്ന നിലയിലാണ് സമൂഹത്തിലെ പുരുഷ മേൽക്കോയ്മ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. ഒരു വീട്ടമ്മയുടെ അപകടമരണവുമായി ബന്ധപ്പെട്ട കേസിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠം നടത്തിയിരിക്കുന്ന വിധി പ്രസ്താവം ഏറെ തലങ്ങളുള്ളതാണ് എന്ന് പറയാതെ വയ്യ. വാഹനാപകടത്തിൽ കുടുംബനാഥകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം നിർണ്ണയിക്കുമ്പോൾ കുടുംബത്തിന്റെ പരിപാലന നഷ്ടം എന്ന ഇനത്തിൽ പ്രതിമാസം ചുരുങ്ങിയത് 30,000 രൂപ കണക്കാക്കണം എന്നാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, NK സിംഗ് എന്നിവരുടെ ബെഞ്ചാണ് ഈ നിർണായക വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിധി പ്രസ്താവത്തിൽ കോടതി ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ത്രീകൾ അവരുടെ വീടുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ കായികാധ്വാനം മാത്രമായി ഒതുക്കാനാകില്ല. വീടിന്റെ പരിപാലനം രാഷ്ട്ര പരിപാലനമാണ്. അവർ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവുകയാണ്. സ്ത്രീയുടെ മരണത്തെ തുടർന്ന് കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം നിശ്ചിത തുകയിൽ ഒതുങ്ങുന്നതല്ല. 2001 വാഹനാപകടത്തിൽ മരിച്ച 35-കാരിയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുക 8.43 ലക്ഷത്തിൽ നിന്ന് 62.77 ലക്ഷമായി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് കോടതി ഇക്കാര്യങ്ങൾ പറയുന്നത്. വാഹനാപകട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ 2.42 ലക്ഷം രൂപയായി നിശ്ചയിച്ച നഷ്ടപരിഹാരം ഹൈക്കോടതിയാണ് 8.43 ലക്ഷമാക്കി ഉയർത്തിയത്. ഇതിനെതിരെ യുവതിയുടെ ഭർത്താവ് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വിധി. വീടുകളിൽ സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് പണപരമായ മൂല്യം നിശ്ചയിക്കുന്നതിനപ്പുറം അതിനെ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നതാക്കാനാണ് കോടതി ശ്രമിക്കുന്നത്. മനോഭാവങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. വീട്ടുകാര്യങ്ങൾ നിർവഹിക്കുന്ന വിവാഹിതയെ ഇപ്പോൾ ഹൗസ് വൈഫ് എന്നല്ല, ഹോം മേക്കർ എന്നാണ് വിളിക്കുന്നത്. ഈ മാറ്റത്തിന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും പലപ്പോഴും പഴയ പ്രയോഗം തുടരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്തായാലും സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിനെ സുപ്രധാനമായ ഒന്നായാണ് ഏവരും വിലയിരുത്തുന്നത്. സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് അർഹമായ പ്രതിഫലം ഉറപ്പാക്കേണ്ടതിൻ്റെയും അവരെ അംഗീകരിക്കേണ്ടതിൻ്റെയും ആവശ്യകത ഊട്ടിയുറപ്പിക്കുന്നുണ്ട് സുപ്രീം കോടതി വിധി. ഇപ്പോൾ കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും വീട്ടമ്മമാർക്ക് ചെറുതെങ്കിലും ഒരു നിശ്ചിത തുക പ്രതിമാസം നൽകുന്നുണ്ട്. കേരളത്തിൽ 35 വയസ്സ് കഴിഞ്ഞ എല്ലാ വീട്ടമ്മമാർക്കും 1000 രൂപയാണ് പ്രതിമാസം നൽകുന്നത്. ഈ തുക ചെറുതാണെന്നതിൽ സംശയമില്ല. എന്നാലും സ്വന്തമായി ഒരു വരുമാനവുമില്ലാത്ത ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ചെറിയ ആശ്വാസമേകുന്ന ഒരു സഹായമാണെന്നതിൽ തർക്കവുമില്ല. ആ തുക ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പലപ്പോഴും സ്ത്രീകൾക്ക് സ്വന്തം വീടുകളിൽ നിന്ന് പോലും തങ്ങളുടെ പ്രയത്നങ്ങൾ അംഗീകരിക്കപ്പെടാതെ പോകുന്നതിൻ്റെ വേദന ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അവരുടെ പങ്കിനെ നിസ്സാരവൽക്കരിക്കുന്ന പ്രവണതയാണ് വീടുകളിൽ പോലും കാണാൻ കഴിയുക. വീട്ടകങ്ങളിൽ കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് അതിൻ്റെ പ്രതിഫലം ഉറപ്പാക്കേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് എന്നതിൽ സംശയമില്ല.